വെറ്റിലപ്പാറ പ്ലാന്റേഷൻ തോട്ടത്തിൽ പുലി ഇറങ്ങി പശുക്കിടാവിനെ കൊന്നു. ആളുകളുടെ ശബ്ദം കേട്ട് പുലി കാട്ടിലേക്ക് ഓടിക്കയറി. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതര സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സ്മരണകളുമായി ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കൊരട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല കൈമാറുന്നതിന് ചേർന്ന ഭാരവാഹികളുടെ യോഗം അലങ്കോലമായി. MLA അടക്കമുള്ള നേതാക്കളെ തടഞ്ഞുവച്ചു. മാളയിൽ നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം 1 വർഷത്തിനു ശേഷം തുറന്നു. നടപടി TCB വാർത്തയെ തുടർന്നു. കരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പുഞ്ചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബണ്ടാണ് ഇടിഞ്ഞത്. വടക്കഞ്ചേരി കുമരനല്ലൂരിൽ താമസക്കാരില്ലാത്ത വീട്ടിൽ മോഷണം. വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അൽമാരകൾ കുത്തി തുറന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെറ്റിലപ്പാറ 17-ാം ബ്ലോക്കിൽ മേയാൻ വിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി ആക്രമിച്ച് വകവരുത്തി. പ്ലാന്റേഷൻ തൊഴിലാളി കുറ്റിയിൽ ബിജുവിന്റെ പശുക്കിടാവിനെയാണ് പുലി പിടിച്ചത്. എണ്ണപ്പനത്തോട്ടത്തിൽ തീറ്റയ്ക്ക് വിട്ടതായിരുന്നു ഉരുക്കളെ. ഇവയുടെ കരച്ചിൽ കേട്ടാണ് ആളുകൾ ഓടിയെത്തിയത്. ഇതോടെ പശുക്കുട്ടിയെ ആക്രമിക്കുകയായിരുന്ന പുലി ഓടിപ്പോയി. ഏതാനും മാസമായി പ്രദേശത്ത് പുലികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ സംഭവത്തോടെ നാട്ടുകാർ ഭീതിയിലായി. പടിയൂരിൽ അമ്മയുടെയും മകളുടെയും കൊലപാതകത്തിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പടിയൂർ 11-ാം വാർഡിൽ പഞ്ചായത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വെള്ളാനി കൈതവളപ്പിൽ പരമേശ്വരൻ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെയാണ് ബുധനാഴ്ച ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെന്ന് സംശയിക്കുന്ന മരണപ്പെട്ട രേഖയുടെ 2ാം ഭർത്താവായ കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനെ കണ്ടെത്താനാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇയാൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നതിനാൽ ഇയാൾ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടാനുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്യസംസ്ഥാനത്തേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. 2019-ൽ ആദ്യ ഭാര്യ വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ഉദയംപേരൂർ വിദ്യാ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ത്യാഗസ്മരണയിൽ നാളെ ബലിപ്പെരുന്നാൾ. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ഓരോ വിശ്വാസിക്കും ഈ വലിയ പെരുന്നാൾ ദിനം. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ദൈവപ്രീതിക്കായി ഏറ്റവും വിലപ്പെട്ടതുപോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന വിശ്വാസതീക്ഷ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. ദൈവകൽപ്പനയനുസരിച്ച് ഏകമകൻ ഇസ്മായിലിനെ ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം നബി തയ്യാറായി. ആ ത്യാഗസന്നദ്ധതയിൽ സംപ്രീതനായ അല്ലാഹു കുഞ്ഞിനു പകരം ആടിനെ ബലി നൽകാൻ കൽപ്പിച്ചു. മഹാത്യാഗത്തിന്റെ സ്മരണയുണർത്തുന്ന ഇബ്രാഹിം നബിയുടെ ജീവിതവും ദൈവവിധേയത്വവുമാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം. വലിയ പെരുന്നാൾ ദിനത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന വിശ്വാസികൾ സമർപ്പണത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. പ്രിയങ്കരമായത് സമർപ്പിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള വഴി സ്വയം തിരിച്ചറിയുന്നു. സ്നേഹത്തിനും സഹനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥനകളാൽ പള്ളികളും ഈദ്ഗാഹുകളും മുഖരിതമാകും. സഹജീവികളുടെ കൈകൾ കോർത്തുപിടിച്ച് ആത്മീയതയുടെ നിർവൃതിയിൽ ആഹ്ലാദം കണ്ടെത്തി ഓരോ വിശ്വാസിയും വലിയ പെരുന്നാൾ ആഘോഷിക്കും. TCV ന്യൂസ്, തൃശൂർ.
വരവൂർ പാലക്കലിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തി. പാലക്കൽ ക്ഷേത്രകുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12-13 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് നേരെയാണ് ഷനീഷ് എന്നയാൾ ആക്രമിക്കുകയും അസഭ്യം പറയുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തത്. ഇതറിഞ്ഞു വന്ന പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്കടിമയായ ആൾ ആക്രമണം നടത്തി. മുൻപും സമാനമായ രീതിയിൽ ലഹരിക്കടിമപ്പെട്ട് വയോധികനെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഷനീഷിനെതിരെ കേസുണ്ട്. കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു ചെക്കൻ്റെ ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചു. മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. അങ്ങനെ ഏട്ടന്മാരെ കൂടി ആൾക്കാർ വന്നു. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊരട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല കൈമാറുന്നതിന് ചേർന്ന ഭാരവാഹികളുടെ യോഗം അലങ്കോലമായി. MLA അടക്കമുള്ള നേതാക്കളെ തടഞ്ഞുവെച്ചു. ഇതോടെ കൊരട്ടി പഞ്ചായത്തിലെ കോൺഗ്രസിൽ കലഹം രൂക്ഷമായി. ലീല സുബ്രഹ്മണ്യൻ വിദേശത്തേക്ക് പോകുന്നതിന് പകരമായിട്ടാണ് ആൽബിൻ പൗലോസിനെ നിയമിച്ചത്. ഐ ഗ്രൂപ്പുകാരനായ ആൽബിനെ മറുകൊണ്ടം ചാടിച്ച് എ വിഭാഗക്കാരനാക്കിയതിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഒരാഴ്ച മുൻപ് നടന്ന യോഗം കയ്യാങ്കളിയിലെത്തിയപ്പോൾ ക്രമപ്രകാരം ചുമതല നൽകുമെന്ന് അറിയിച്ചാണ് നേതാക്കൾ പോയത്. തുടർന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ സിബിൽ തെക്കിനിയത്ത്, ലിജോയ് ചാമക്കാല, ഷാജു കള്ളിയത്ത് എന്നിവരെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. മനേഷ് സെബാസ്റ്റ്യൻ, ജോമോൻ ആട്ടോക്കാരൻ എന്നിവരുടെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. പിന്നീട് വ്യാഴാഴ്ച രാത്രി ചേർന്ന യോഗമാണ് ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയത്. സനീഷ് കുമാർ ജോസഫ് MLA, KPCC സെക്രട്ടറി A പ്രസാദ്, ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, OS ചന്ദ്രൻ എന്നിവരെയാണ് പ്രവർത്തകർ തടഞ്ഞുവെച്ചത്. ആരെയും മിനിറ്റ്സിൽ ഒപ്പിടാനും സമ്മതിച്ചില്ല. എന്നാൽ യോഗം പിരിഞ്ഞ ശേഷം പുതിയ മണ്ഡലം പ്രസിഡന്റിന് ചുമതല കൈമാറിയെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. യോഗം തടസ്സപ്പെടുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മെട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്. മാളയിൽ നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം 1 വർഷത്തിന് ശേഷം തുറന്നു. 2024 മാർച്ച് 15 ആഘോഷമായി ഉദ്ഘാടനം നടത്തിയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയതോടെ കരാറുകാരൻ വീണ്ടും നിർമ്മാണം തുടങ്ങുകയായിരുന്നു. പഴയ ഓഫീസിലെ ഫർണിച്ചറുകൾ കൊണ്ടുവന്നാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയത്. നിർമ്മാണം പൂർത്തിയാകാത്ത കരാറുകാരനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് 2022 നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർവഹണ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പൂർത്തീകരണം സാക്ഷ്യപ്പെടുത്താതെ ഉദ്ഘാടനം നടത്തിയത് ആക്ഷേപത്തിനിടയാക്കിയിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 14.14 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു ആദ്യഘട്ട നിർമ്മാണം. ആദ്യഘട്ടത്തിൽ ഗോവണി ഇല്ലാതെയാണ് നിർമ്മാണം നടത്തിയത്. തുടർന്ന് 2024 ഗോവണി നിർമ്മിച്ചു.
കോൺക്രീറ്റ് കൊണ്ടുള്ള ഗോവണി നിർമ്മിക്കാതെ പദ്ധതി തയ്യാറാക്കിയത് പരാതിക്കിടയാക്കിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ 3 ഘട്ടങ്ങളിലായി 44.14 ലക്ഷം രൂപയുടേതാണ് പദ്ധതി. ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്ന് മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലാണ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള. അരിമ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പംചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബണ്ടാണ് ഇപ്പോൾ ഇടിഞ്ഞത്. 1.7 മീറ്റർ ഉയരത്തിലും 650 മീറ്റർ നീളത്തിലുമാണ് ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നത്. ഘട്ടം ഘട്ടമായി മണ്ണടിച്ചുയർത്തേണ്ടിയിരുന്ന ബണ്ട് ഒറ്റയടിക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഇടിയാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. ഏകദേശം 3 മീറ്റർ വീതിയിൽ മണ്ണ് ബണ്ടിൽ നിന്നും കോൾപ്പാടത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാതെ അടുത്ത വർഷം കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്ത് പാടം കൃഷിയോഗ്യമാക്കാൻ വലിയ ചെലവ് വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. ആവശ്യമായ പഠനം നടത്താതെയും മുൻകരുതലുകൾ എടുക്കാതെയുമാണ് KLDCയും കരാറുകാരനും ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് ആക്ഷേപം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ ബണ്ടിന് മേലെക്കൂടെ ഭാരമുള്ള അല്ലെങ്കിൽ ലോഡിംഗ് വാഹനം കയറി ഈ മണ്ണിനെ ഒന്ന് അമർത്തുന്ന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് മഴ പെയ്യുമ്പോഴേക്കും ഈ ബണ്ടിൻ്റെ ഏകദേശം പകുതി ഇടിഞ്ഞു പോവുകയും കർഷകർ വലിയ ആശങ്കയിലും ആവുകയുണ്ടായി. അടിയന്തരമായി KLDC ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം സന്ദർശിച്ച് ഇതിനുണ്ടായ നഷ്ടവും അതുപോലെ തന്നെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പഠിച്ച് കർഷകരെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി KK അശോകൻ, കേരള കർഷക സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ, കർഷക സംഘം നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ബണ്ട് ഇടിഞ്ഞ ഭാഗത്തെ നെൽപ്പാടം കൃഷിയോഗ്യമാക്കാൻ KLDC നടപടിയെടുത്തില്ലെങ്കിൽ പാടം തരിശിടേണ്ടി വരുമെന്ന നിലപാടിലാണ് കർഷകർ. TCV തൃശൂർ. വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ താമസക്കാരിടത്ത് വീട് കുത്തി തുറന്ന് മോഷണം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കരുവണ്ണ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശ്രീദേവി നിവാസിൽ ഗോപിനാഥന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാക്കൾ അലമാരകൾ കുത്തി തുറന്ന് വസ്ത്രങ്ങളടക്കമുള്ള സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലാണ്. ഗോപിനാഥനും കുടുംബവും അമേരിക്കയിലുള്ള മകളുടെ വീട്ടിലാണ്. പോകുന്ന വിവരം വടക്കാഞ്ചേരി പോലീസിൽ അറിയിക്കുകയും സ്വർണ്ണമടക്കമുള്ള വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ ബാങ്ക് ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 1500ഓളം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കുന്നുകുളം റോഡിനരികിലെ വീടിന് സമീപം മോഷ്ടാവ് എത്തുന്നതും വാതിൽ തുറന്ന് അകത്ത് കയറുന്നതും നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. വീട് സൂക്ഷിപ്പുകാരൻ ഉച്ചയോടെ സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കയ്പമംഗലത്ത് അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വലപ്പാട് പനച്ചിച്ചുവട് സ്വദേശി പുത്തൻവീട്ടിൽ രാജേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാമക്കാലയിൽ വെച്ച് വെസ്റ്റ് ബംഗാൾ സ്വദേശി റാബിയൂർ ഹുസൈനോട് പ്രതി ബീഡി ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ മരവടി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ വളർന്ന മൂക്കിനകത്തെ ദശ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. പറവൂർ സ്വദേശിയായ 21-കാരന്റെ ഉറക്കം കെടുത്തിയിരുന്ന 5 സെന്റിമീറ്റർ വലിപ്പമുള്ള ദശയാണ് മാള ഗുരുധർമ്മ മിഷൻ ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ ദിജു പ്രഭാകരൻ നീക്കം ചെയ്തത്. അപൂർവമായി കാണപ്പെടുന്ന സ്പീനോകോയിനൽ പോളിപ്പാണ് യുവാവിന്റെ ഉറക്കം കെടുത്തിയിരുന്നത്. വായിലൂടെ മാത്രം ശ്വസിക്കാവുന്ന അവസ്ഥയിലേക്ക് പൂർണ്ണമായി മാറിയപ്പോഴാണ് ഡോക്ടർ ദിജു പ്രഭാകരനെ സമീപിച്ചത്. ദശ വായിലേക്ക് വരെ വളർന്ന അവസ്ഥയിൽ അണുബാധയും ഉണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ ശുചീകരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, പ്രസിഡന്റ് കർമ്മല ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വേലൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ ഉഷ പ്രഭുകുമാർ ഈ ബഹുമാനായ പാകത്തിൽ കൂട്ടിയെടുത്ത സിമന്റ് ചാന്ത് കണക്കെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ അക്ഷരങ്ങൾ ചേർത്ത് മിനുക്കിയെടുക്കുകയാണ് അഴീക്കോട് സ്വദേശി സിദ്ദിഖ് അമ്പലപ്പുഴ.
ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള തത്രപ്പാടുമായി കെട്ടിട നിർമ്മാണ തൊഴിൽ ചെയ്യുമ്പോഴും മനസ്സിൽ കഥയും കവിതയും ചേലോടെ അടുക്കി വയ്ക്കാൻ ഈ എഴുത്തുകാരൻ സമയം കണ്ടെത്താറുണ്ട്. പരേതരായ അബൂബക്കർ ബീവാത്തു ദമ്പതികളുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച സിദ്ദിഖ് ജീവിത പ്രാരാബ്ധം മൂലം പഠനം 10ാം ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ എഴുത്തിനോടും വരയോടും വല്ലാത്ത കമ്പം തോന്നിയിരുന്നുവെങ്കിലും എത്ര എഴുതിയാലും തെളിയാത്തത്ര പരുവരുത്തതായിരുന്നു സിദ്ദിഖിന്റെ ജീവിത സാഹചര്യം. സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എഴുത്തിന്റെ തുടക്കം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ കൂലിപ്പണിക്കിറങ്ങിയിരുന്നു സിദ്ദിഖ്. എഴുത്തും വരയുമൊന്നും ജീവിത യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിറം മങ്ങിപ്പോയില്ല. തുടങ്ങിയിട്ട് ചെറിയ മാസികകൾ വായിച്ചിട്ട് അതിൽ നിന്നാണ് തുടക്കം. വായന തുടങ്ങി, പിന്നെ കുറച്ച് എഴുതി തുടങ്ങി. ചുറ്റിലുള്ള പ്രയാസങ്ങൾ നമ്മളുടേതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് കൂടുതലായിട്ട് എഴുതുന്നത്. 1997 ഡിസംബർ 2 മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കുടകൾ എന്ന കഥയാണ് സിദ്ദിഖിലെ എഴുത്തുകാരനെ വായനക്കാരന് മുന്നിലെത്തിച്ചത്. തുടർന്ന് ഇബ്രു എന്ന കഥ വാരാന്ത്യ മാധ്യമത്തിലും വന്നു. ഗതകാല സ്മൃതികൾ എന്ന കഥയ്ക്ക് ഇരട്ടപ്പുഴ ജയഭാരത് ക്ലബിന്റെ EP സുഷമ സ്മാരക ചെറുകഥാ പുരസ്കാരവും ഇരിങ്ങാലക്കുട നടവരമ്പ് ജനകീയ സംഘം കഥാപുരസ്കാരവും നേടി. പട്ടേപ്പാടം AKG പഠനകേന്ദ്രം വായനശാലയുടെ കഥാമത്സരത്തിൽ ലൈലത്തുൽ ഖദർ എന്ന കഥ 1ാം സമ്മാനം നേടി. നുറുങ്ങ് മാഗസീനിൽ ചില മിനി കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊടകര മറ്റത്തൂർ മഞ്ജുഷ ടീച്ചർ സ്മാരക കവിതാ മത്സരത്തിൽ ഘർ വാപ്പസി എന്ന കവിത സമ്മാനാർഹമായി. നസീറയാണ് സിദ്ദിഖിന്റെ ഭാര്യ. യാസിർ മൊഹസിൻ, സുഹൈന ഷാജഹാൻ എന്നിവർ മക്കളാണ്. തൊഴിലിന്റെ തിരക്കുകൾക്കിടയിലും സമൂഹമാധ്യമങ്ങളിൽ എഴുത്തുമായി സജീവമാണ് സിദ്ദിഖ് അമ്പലപ്പുഴ. കെട്ടിട നിർമ്മാണ മേഖലയിൽ 50-ലധികം തൊഴിലാളികളുടെ മേസ്ത്രിയായി പണിയെടുക്കുമ്പോഴും മനസ്സിൽ അടുത്ത കഥയ്ക്കുള്ള കൂട്ടൊരുക്കുകയാണ് സിദ്ദിഖ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ MLA UR പ്രദീപ് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപു പ്രസാദ്, വിമല പ്രഹ്ലാദൻ, PK യശോദ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനെക്കുറിച്ച് അവർക്കുള്ള എൻഡോമെന്റും അവർക്കുള്ള 5ാം ക്ലാസ്സിൽ നിന്നും ഉയർന്ന ഗ്രേഡ് MK. ഫസ്റ്റ് ഇയറിൽ 1200-ൽ 1170 1-2 മാർക്കുകൾക്ക് മാളവിക പ്രസാദ്, അനുശ്രീ AS, ശ്രീഷ്മ VP.
കർഷക തൊഴിലാളി നേതാവ് KS ശങ്കരന്റെ ഒന്നാം ചരമവാർഷികം വേലൂരിൽ ആചരിച്ചു. ആനപ്പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ബഹുജന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KG ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയെ വളർത്തിയെടുത്ത അതുല്യരായ ഉത്തമരായ സഖാക്കളുടെ മുൻനിരയിൽ സഖാവ് KS ഉണ്ട്. ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തിരസ്കൃതരായ മനുഷ്യരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി KS നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വ്യാപാര രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട AK സുഗതനെ ചാലക്കുടി പൗരാവലി ആദരിക്കും. തിങ്കളാഴ്ച നടക്കുന്ന അനുമോദന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ജോയ് മൂത്തേടൻ, ജനറൽ കൺവീനർ CS സുരേഷ്, കോർഡിനേറ്റർ PA സുഭാഷ്, രക്ഷാധികാരി KA ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാത വാണിയമ്പാറയിൽ ഡിവൈഡറിലിടിച്ച് ജീപ്പ് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊല്ലം പത്തനാപുരത്ത് നിന്നും നിലമ്പൂരിലേക്ക് ഇലക്ഷൻ വർക്കിനായി പോകുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നുകുളം ആനായിക്കൽ കിണറിന്റെ തുടിക്കാലിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായ്ക്കൽ മണിയന്ത്ര വീട്ടിൽ 63 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നുകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടമ്മയെ വീട്ടിൽ കയറി ആക്രമിച്ച് 3 പവന്റെ മാല കവർന്ന പ്രതിയെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഈറോഡ് മാണിക്കപ്പാളയം ഹൌസിംഗ് കോളനിയിൽ കാർത്തിക്കാണ് അറസ്റ്റിലായത്. മാവിൻചുവട് അമ്പാടി നഗറിൽ ഈശ്വരീയത്തിൽ പരമേശ്വരൻ നായരുടെ ഭാര്യ കനകകുമാരിയുടെ മാലയാണ് കവർന്നത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയായിരുന്നു സംഭവം. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിനിടെയാണ് ചാരിയിട്ടിരുന്ന മുൻവശത്തെ വാതിൽ തുറന്ന മോഷ്ടാവ് അകത്ത് കയറി മോഷണം നടത്തി മതിൽ ചാടി രക്ഷപ്പെട്ടത്. സമീപത്ത് പൂട്ടിക്കിടന്നിരുന്ന ചിറ്റിലപ്പള്ളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് 2 ഗ്രാമിന്റെ കമ്മലും 500 രൂപയും മോഷ്ടിച്ചിരുന്നു. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. 365 ദിവസവും പരിസ്ഥിതിയുടെ സംരക്ഷകരാകേണ്ട ചുമതലയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തൈ നടൽ കേവലം സാമൂഹ്യ മാധ്യമങ്ങളിലെ ചിത്രം പങ്കുവയ്ക്കലിൽ ഒതുങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 15 ലക്ഷം വൃക്ഷങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലാകെ നടാൻ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. വൈലോപ്പള്ളി ശ്രീധരമേനോൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AV വിജന, പ്രധാന അധ്യാപിക ഗീതാദേവി തുടങ്ങിയവർ സംസാരിച്ചു. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. വെള്ളി ഗ്രാമിന് 113 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,716 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ തോട്ടത്തിൽ പുലി ഇറങ്ങി പശുക്കിടാവിനെ കൊന്നു. ആളുകളുടെ ശബ്ദം കേട്ട് പുലി കാട്ടിലേക്ക് ഓടിക്കയറി. വടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതര സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സ്മരണകളുമായി ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കൊരട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല കൈമാറുന്നതിന് ചേർന്ന ഭാരവാഹികളുടെ യോഗം അലങ്കോലമായി. MLA അടക്കമുള്ള നേതാക്കളെ തടഞ്ഞുവെച്ചു.
മാളയിൽ നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം 1 വർഷത്തിന് ശേഷം തുറന്നു. നടപടി TCV വാർത്തയെ തുടർന്നു. കരിപ്പൂർ വിളക്കുമാടം പാടശേഖരത്തിന്റെ അടമ്പുംചാൽ ബണ്ട് റോഡ് ഭാഗികമായി ഇടിഞ്ഞു. ഏതാനും മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബണ്ടാണ് ഇടിഞ്ഞത്. വടക്കാഞ്ചേരി കുമരനല്ലൂരിൽ താമസക്കാരില്ലാത്ത വീട്ടിൽ മോഷണം. വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ അലമാരകൾ കുത്തി തുറന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.